രതീഷേ, ഈ കഴിഞ്ഞ ദിവസം കേരളത്തിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഒരു വിഷയത്തിൽ വിവാദപരം എന്ന് പലരും സൂചിപ്പിക്കുന്ന ഒരു അഭിപ്രായ പ്രകടനം നമ്മളുടെ മുൻ വൈസ് ചാൻസലർ രാധാകൃഷ്ണൻ നിർവഹിക്കേണ്ടായി. ഞാനത് കേട്ട സമയത്ത് എനിക്ക് തോന്നിയ ഒരു ചോദ്യം ഇതായിരുന്നു: രാധാകൃഷ്ണൻ പറയുന്നതാണല്ലോ അക്കാര്യത്തിൽ ശരിയെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അതൊരു കുടുംബത്തിൻ്റെ ആധിപത്യത്തിലാണ് അവിടുത്തെ തന്ത്രിയുടെ ആധിപത്യവുമൊക്കെ നിലനിൽക്കുന്നത്. താഴ്മൺ കുടുംബാധിപത്യം മാത്രമാണോ ഈ തരത്തിലുള്ള തന്ത്രിവര്യന്മാർ പാലിക്കേണ്ടത്? അവർക്ക് സ്വഭാവശുദ്ധി ആവശ്യമില്ലേ എന്നുള്ളൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഉള്ളത്. അഴിമതിയായാലും സ്ത്രീ വിഷയമായാലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ആ സാഹചര്യത്തിൽ രാധാകൃഷ്ണൻ പറഞ്ഞാൽ വളരെ ശരിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒന്ന്. രണ്ട്, രാധാകൃഷ്ണൻ അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ക്ഷേത്രങ്ങളിൽ ശാന്തിക്കാരായി വരുന്ന പൂജാരിമാരായി വരുന്ന ആളുകൾ അബ്രാഹ്മണരാകുന്നതിലുള്ള സാധ്യത കൂടി അദ്ദേഹം തുറന്നു വെക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ നമ്മൾ BJP പലപ്പോഴും രാഷ്ട്രീയമായിട്ട് കേന്ദ്രത്തിൽ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കുടുംബാധിപത്യ പാർട്ടിയാണ്. കുടുംബാധിപത്യം വേണ്ട എന്നതാണ് BJPയുടെ ഡൽഹിയിലെ രാഷ്ട്രീയാധികാരവുമായി ബന്ധപ്പെട്ട കാഴ്ചപ്പാട് എങ്കിൽ ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട കാഴ്ചപ്പാടിൽ മറിച്ച് കുടുംബാധിപത്യം വേണം എന്നാണ് BJP ചന്ദ്രശേഖരനിലൂടെ കഴിഞ്ഞ ദിവസം ഈ വിഷയത്തിൽ ഇടപെട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ തികച്ചും പരസ്പര വിരുദ്ധമായ രണ്ട് സ്റ്റാൻഡുകൾ എങ്ങനെ എടുത്ത് BJPക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും? മാഷ് പറഞ്ഞാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പോയിന്റുകൾ. ഒന്ന്, ഏറ്റവും അവസാനം പറഞ്ഞതിന് തുടങ്ങാം. ഈ ഡൈനാസ്റ്റി പൊളിറ്റിക്സ് വളരെ മോശമാണ്, കോൺഗ്രസിനെ നയിക്കുന്നത് ഒരു കുടുംബമാണ് എന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിനേക്കാളൊക്കെ എത്രയോ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്കണം. ഒരു ദൈവവും അവിടുത്തെ പ്രതിഷ്ഠയും ഒക്കെ ഒരാളുടെ താന്ത്രികാവകാശത്തിലേക്ക് വേണ്ടി മാത്രം കൊടുക്കുക, അതും ആ കുടുംബത്തിലുള്ള ആളുകൾ എന്ത് പോക്കൃത്തരം ചെയ്താലും അവരെ മാറ്റാതിരിക്കുക, അവരടുത്ത ആൾക്ക്, അതായത് മകനാക്കണം എന്ന് പറഞ്ഞ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇനി അത് തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ 21-ാം നൂറ്റാണ്ടിൽ തുടരുന്നു എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റത്തെ നാണക്കേടാണ്, ലജ്ജാകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തൊരു വിഷയം കൂടി ഇതിനകത്തുണ്ട്. പക്ഷേ അതെന്താണെന്നറിയാമോ? അത് മറ്റേ പെൺമക്കളുടെ മക്കൾക്കൊന്നും ഇതിൽ അവകാശമില്ല. അതായത് ആൺമക്കളുടെ മക്കൾക്ക് മാത്രമേ ഒരു പ്രത്യേകമായിട്ടുള്ള അവകാശം ഉള്ളൂ. ഈ സ്ത്രീ തുല്യത അടക്കം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പറയുന്ന സ്ഥലത്ത് ഇതാണ്. ഇനി അടുത്തത്, ഈ താന്ത്രികാവകാശം എങ്ങനെ കിട്ടിയെന്നാണ് ഇവര് നമ്മളെയൊക്കെ പറഞ്ഞ് പറ്റിക്കുന്നത് അറിയും. അതാണ് ഏറ്റവും വലിയ തമാശ. അത് മറ്റേ വിഷ്ണുവിന്റെ അവതാരമായിട്ടുള്ള പരമശിവൻ ഇവർക്ക് വേണ്ടിയിട്ട് കൊടുത്തതാണ് ഇത്തരത്തിലുള്ള ഒരു അവകാശം. 2 കുടുംബങ്ങൾക്ക് വേണ്ടി കൊടുത്തതാണ്. അതിലൊന്നാണ് താഴ്മൺ കുടുംബം എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ കാലത്തും ഇതൊക്കെ പറയാനുള്ള വളരെ ആർജവും അവർക്ക് എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ബേസിലാണ് BJP അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം BJPയുടെ വിശ്വാസം ഇതുപോലെയാണ് ഇപ്പോഴും വിശ്വാസികളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ ഞങ്ങളൊപ്പം നിർത്താൻ വേണ്ടി താൽക്കാലികമായി തന്ത്രപരമായ ഒരു നിലപാടെടുക്കാമെന്നാണ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ KS രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സാറിനോട്, അദ്ദേഹം വൈസ് ചാൻസലർ ആയിരുന്നു, മാഷൊക്കെ അറിയാലോ, മാഷ് നല്ല പരിചയമുള്ള ഒരാളാണ്. നേരത്തെ PSC ചെയർമാനായിരുന്നു, കോൺഗ്രസിലുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹം ഇപ്പുറത്തേക്ക് വന്നതാണ്. ആ സമയത്തൊന്നും എനിക്ക് അത്ര വലിയ ബഹുമാനം തോന്നിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് വലിയ ബഹുമാനം തോന്നുന്നുണ്ട്. കാരണം കേരളത്തിൽ BJPയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നുകൊണ്ട് അദ്ദേഹം ഈ സത്യം തുറന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ആ സത്യം തുറന്നു പറയുക മാത്രമല്ല, യഥാർത്ഥത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചോദിച്ചാൽ പോലും അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു. ഇനി ഇപ്പോഴും ഇതിൽ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പല ചർച്ചകളിലൊക്കെ ആളുകൾ അതിനെതിരിടുന്ന ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞതിൽ ചില തെറ്റുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത് ശരിയാണ് കേട്ടോ. ഫാക്ച്വലി അദ്ദേഹം എഴുതിയതിൽ ചില തെറ്റുണ്ട്. അത് സംഭവിക്കാൻ പാടില്ലായിരുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇതിന്റെ വാദങ്ങളെ കുറച്ച് ദുർബലപ്പെടുത്തി. കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന മറ്റേ തന്ത്രിമായിട്ടുള്ള ഒരാള് മറ്റേ ശോഭ ജോണിന്റെ ലിംഗ്ലാൻഡ് ഫ്ലാറ്റിൽ പോവുകയും ആ ഫ്ലാറ്റിൽ നിന്ന് ഏതാണെന്നതിൽ അദ്ദേഹത്തെ പിടികൂടുകയും ചെയ്തു, പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിലിൽ അടച്ചു എന്നൊക്കെയാണ് പറഞ്ഞേക്കണം. പക്ഷെ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. പകരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല എന്നാണ് അദ്ദേഹത്തെ ന്യായീകരിക്കുന്ന രാഹുൽ ഈശ്വറിനെ പോലെയുള്ള സ്വന്തം അമ്മാവനെ ന്യായീകരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ആളുകൾ പോലും പറയുന്നത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തില്ല. പക്ഷെ ഉണ്ടായ സംഭവം എന്താ? ഉണ്ടായ സംഭവം എന്ന് പറയുന്നത്, പുള്ളി അവിടെ ചെല്ലുകയും അവിടെ
എന്തിനാണ് ചെന്നത്, എന്തിനാണെന്ന് നമുക്ക് അറിയില്ല. അവൻ ചെന്നു. അവിടെ ചെല്ലുന്ന ആളുകളൊക്കെ എന്തിനായില്ലെന്ന് നാട്ടുകാർക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ആ ചെന്നതിന് ശേഷം ഈ പറയുന്ന പോലെ കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ പെൺകുണ്ട എന്ന് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുടെ വീട്ടിലാണ് ചെന്നേക്കണം, ഫ്ലാറ്റിലാണ്. ആ ചെന്നതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ബെച്ചോ റഹ്മാൻ അടക്കമുള്ള നിരവധി ആളുകൾ ഇദ്ദേഹത്തെ വളഞ്ഞു വെക്കുകയും പണം ആവശ്യപ്പെടുകയും ചെയ്തു. എന്നിട്ട് സ്വർണ്ണാഭരണങ്ങളടക്കം 2.5 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ മേടിച്ചെടുത്തു എന്നാണ്. ആ കേസിലുള്ള ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ വിചിത്രമായ കാര്യം എന്താ വെച്ചാൽ, പണ്ട് അഭയ കേസ് ഉണ്ടായപ്പോൾ മറ്റേ നമ്മുടെ അച്ഛന്മാരെയും അതുപോലെ കന്യാസ്ത്രീകളെയൊക്കെ ചോദ്യം ചെയ്ത പോലെ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് കോടതി. ആ ചോദ്യം ചെയ്തപ്പോൾ യഥാർത്ഥത്തിൽ ഇതിനെക്കുറിച്ച് കോടതി അന്നുണ്ടായിരുന്ന ന്യായാധിപന്മാരൊക്കെ വളരെ പ്രഗത്ഭരായിട്ടുള്ള, ഇതിനെക്കുറിച്ചൊക്കെ നല്ല അവഗാഹമുള്ള ആളുകളാണ്. അവർ ചോദ്യം ചെയ്തപ്പോൾ ഇദ്ദേഹം സമ്മതിച്ച കാര്യം എന്താണെന്നറിയോ? ഇദ്ദേഹത്തിന് പൂജാവിധികൾ അറിയില്ല, തന്ത്രവിധികൾ അറിയില്ല, സംസ്കൃതം അറിയില്ല. അങ്ങനെ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിന് ഒരു ബേസിക് ആയിട്ട്, ഞാൻ പറയണത് അതൊക്കെ അറിഞ്ഞത് കൊണ്ട് ദൈവമായിട്ട് എടുക്കുമെന്നൊന്നുമല്ല, അതൊന്നും എൻ്റെ വിശ്വാസമല്ല. പക്ഷെ എങ്കിൽ പോലും ഒരു വിശ്വാസം വിശ്വസിക്കുന്ന കാര്യങ്ങൾ പോലും ഇദ്ദേഹത്തിന് ഒരു കാര്യവും അറിയാൻ പാടില്ല. ആ പാടില്ലാത്ത ആൾ എന്ത് ചെയ്തു? വരികയും വീണ്ടും തിരികെ കയറാൻ വേണ്ടിയിട്ട് 1 കോടി രൂപ കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന ആരോപണം നിലവിലുണ്ട്. ഈ ഗുപ്തന്, അതായത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിട്ടുള്ള ഗുപ്തൻ എന്ത് ചെയ്തു? ഈ പറഞ്ഞ പോലെ കൈക്കൂലി കൊടുത്തു എന്ന ആരോപണമുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ, ഇപ്പോഴുള്ള അദ്ദേഹത്തിന്റെ കേസ് എന്താ? ഇപ്പോഴുള്ള തന്ത്രി ഇപ്പൊ മാറാനുള്ള കാര്യത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ കേസ് എന്താ? 2 സ്വർണ്ണക്കടത്ത് കേസിൽ 2 കേസുകളിൽ അദ്ദേഹം കുറ്റവാളിയാണ്, പ്രതിയാണ്. അദ്ദേഹം നിരവധി കാലം ജയിലിൽ കിടന്നതാണ്. എന്നിട്ടും നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പരശുരാമൻ വന്ന് മഴുവെറിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് 2 കുടുംബങ്ങൾക്ക് ഈ അവകാശം തന്നിട്ട് പോയി എന്നുള്ളതാണ്. സത്യത്തിൽ ഈ ശബരിമല ഉണ്ടാകുമ്പോഴും ശബരിമലയിൽ ഇത്തരത്തിൽ പൂജകൾ നടക്കുമ്പോഴൊക്കെ ശരിക്കും പറഞ്ഞാൽ 1952 പ്രതിഷ്ഠ നടത്തിയത് ഇവരാണ്. പക്ഷെ അതിനു മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഇവരിവിടെ ഇല്ല എന്ന് നമ്മൾ ആലോചിക്കണം. ഇവര് മറ്റൊരു പ്രദേശത്ത് നിന്ന്, അതിനൊന്നും കുഴപ്പമില്ല, ഏത് പ്രദേശത്തു നിന്നും ആയിക്കോട്ടെ, മര്യാദക്കാരായിട്ടുള്ള ആളുകളാണെങ്കിലും ഒരു കുഴപ്പം അല്ല. ഞാനതിൻ്റെ അകത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സ്വഭാവ ഗുണമില്ലാത്ത ആളുകൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ പ്രതിനിധികളായി ജനങ്ങളുമായിട്ട് സംവദിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് നമുക്ക് മനസ്സിലാവില്ല. അത് വിശ്വാസത്തിൻ്റെ മാത്രം പ്രശ്നമല്ല, അതൊരു ലോജിക്കിൻ്റെ പ്രശ്നമാണ്, ഒരു യുക്തിയുടെ പ്രശ്നമാണ്. മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും യുക്തിക്കനുസരിച്ച്, വിശ്വാസത്തിൻ്റെ യുക്തിക്കനുസരിച്ച് പ്രവർത്തിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന ആളുകളെ മാത്രമേ നമുക്ക് തന്ത്രിമാരെന്ന് പറഞ്ഞ് വിശേഷിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. ആ വിശ്വാസത്തിൻ്റെ യുക്തിയുടെ കടക്കലാണ് ഇവർ കത്തിവെക്കുന്നത്. അഴിമതി കൊണ്ടും അതേപോലെ തന്നെ ഈ വിവാദപരമായിട്ടുള്ള സ്ത്രീബന്ധങ്ങൾ കൊണ്ടും ഒക്കെ. അപ്പം അവരെ ചുമന്ന് നടക്കണം എന്തിനാണ് BJP? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ രാധാകൃഷ്ണൻ്റെ ആ സ്റ്റാൻഡിൽ ഒരു തർക്കവും ഇല്ല എന്നെനിക്ക് തോന്നുന്നു. നമ്മൾ ഒരു വ്യക്തിയെ നമ്മൾ കണക്കിലെടുക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു വിഷയത്തിലെടുക്കുന്ന ഒരു സ്റ്റാൻഡ്, ആ സ്റ്റാൻഡിൽ നമുക്ക് അനുകൂലിക്കുകയും എതിർക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ഈ വിഷയത്തിൽ എനിക്ക് രാധാകൃഷ്ണനോട് വളരെ സ്വീകാര്യത തോന്നുന്നത്. കാരണം അത് വളരെ ശരിയായിട്ടുള്ളൊരു നിലപാടാണ്. ആ നിലപാട് തന്നെയാണ് RSS പുലർത്താൻ ആഗ്രഹിക്കുന്നത് ഞാൻ കണക്കാക്കും. BJP അങ്ങനെയല്ലല്ലോ. ശരി, BJPയും RSS തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസവും അതുതന്നെയാണ്. BJPക്ക് ഏത് രീതിയിലായാലും അധികാരത്തിലെത്താനായിട്ടുള്ള വഴികൾ അന്വേഷിക്കേണ്ട കാര്യമുണ്ട്. കോണി അന്വേഷിച്ച് നടക്കുന്നവരാണ്. RSSന് അങ്ങനെ അതിനൊരു ഡിസിപ്ലിൻ ഉണ്ട്. ആ ഡിസിപ്ലിനെതിരാണ് തന്ത്രിയുടെ ജീവിതം. അതുകൊണ്ടാണ് അവരെ അതിനെ എതിർക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, മാഷ് പറഞ്ഞാൽ ഇതിന്റെ ഏറ്റവും ക്രക്സ്. കാരണം ഏത് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ ഏത് ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു മിനിമം ബേസിക് ക്വാളിറ്റിയെങ്കിലും ഇല്ലാത്ത ഒരു കുടുംബത്തിന്, ആ കുടുംബത്തിന് ഇപ്പൊ കണ്ഠരര് രാജീവരുടെ കേസിൽ പോലും അദ്ദേഹം ഈ കേസിൽ മാത്രമല്ല പ്രതിയായിട്ടുള്ളത്. ഇതിനു മുൻപ് ഞാൻ ഞെട്ടിപ്പോയ ഒരു ആരോപണമുണ്ട്. കാരണം അദ്ദേഹം ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നും കേവലം 5000 രൂപ മേടിച്ചുകൊണ്ട് നിങ്ങൾ കയറി എന്ത് ചെയ്തു, കണ്ടോ അതൊന്നും കുഴപ്പമൊന്നുമില്ല, സ്ത്രീകൾ കയറിയ കുഴപ്പമില്ലെന്ന് തോന്നി എന്ന് പറഞ്ഞാൽ, യഥാർത്ഥത്തിൽ നമ്മളിപ്പോൾ അയോധ്യയിലൊക്കെ കാണുന്നത് പോലെ യാതൊരുവിധ വിശ്വാസവും ഇല്ലാത്ത ആളുകൾ, വാജിവാഹനം കൊണ്ടുപോയി വീട്ടിൽ വെച്ച ആള്, ഇത്തരത്തിൽ നിരവധി കാര്യങ്ങളിൽ വളരെ സംശയകരമായി നിൽക്കുന്ന ഒരു കുടുംബത്തിന് ഇത്തരത്തിലുള്ള ഒരു വലിയ സ്ഥാനം കൊടുക്കുകയും അത് തുടർന്നു പോരുകയും എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കോടിക്കണക്കിന് രൂപ സമ്പാദ്യം അവരെടുക്കുകയും അതുകൊണ്ട് ഈ കാണിക്കാൻ പാടില്ലാത്ത എന്താ പറയുക, മോശപ്പെട്ട കാര്യങ്ങളിലേക്ക് ഇവരിൽ നിന്ന് കാണിക്കുകയൊക്കെ ചെയ്തിട്ടും ഈ വിശ്വാസി സമൂഹം എന്നൊക്കെ പറയുന്നവർക്ക് പൊള്ളലേൽക്കാത്ത എന്താണെന്നുള്ളത് എന്നെ സംബന്ധിച്ച് അത്ഭുതകരമായ കാര്യമാണ്. വിശ്വാസികളായിട്ടുള്ള ആളുകൾ 10-9 പേരും വളരെ മര്യാദക്ക് പാവപ്പെട്ട ആളുകൾ, സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ജോലി ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. പക്ഷെ ഇവര് യഥാർത്ഥത്തിൽ അവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നതാണ്. ഇനി ഇത് ശബരിമലയുടെ കാര്യത്തിൽ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുള്ള നിരവധി മറ്റ് വിദേശത്തുള്ള ക്ഷേത്രങ്ങളിലടക്കമുള്ള തന്ത്രിയായി ഇവർ നിയമിക്കപ്പെടുകയും അങ്ങനെ കിട്ടുന്ന കോടാനുകൂടി കാശ് കൊണ്ടിട്ട്
ഇവരൊക്കെ വളരെ അർമാദിച്ച് ആഹ്ലാദിച്ച് ജീവിച്ചു പോവുകയും ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ഇവർക്കൊന്നും ഒരു വിശ്വാസവുമില്ല. കാരണം വിശ്വാസമുണ്ടെങ്കിൽ അതിന്റെ അടിസ്ഥാനം എന്താ? പക്ഷേ നമ്മൾ ചെയ്യുന്ന എല്ലാം ദൈവം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ദൈവം നമ്മളെ ശിക്ഷിക്കുമെന്നുള്ളതാണല്ലോ. അങ്ങനെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ മറ്റേ ശോഭാ ജോന്റെ വീട്ടിൽ പോയിട്ട് ഇറങ്ങുന്നതും, അതുപോലെ തന്നെ 5000 രൂപ മേടിച്ചിട്ട് ഇവരോട് കയറിക്കോളാൻ പറയുന്നതും, വാജിവാഹനം എന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ട് വെക്കുന്നതും, വളരെ വിവാദപരമായിട്ടുള്ള പലരുടെയും ജ്വല്ലറി ഈ പറയുന്ന കണ്ടന്റ് രാജീവിന് ഉദ്ഘാടനം ചെയ്യാൻ ചെല്ലുന്നതും, ഇനി ഈ സമ്പത്ത് കൊണ്ട് അവരുടെ കുടുംബത്തിനകത്തുള്ള നിരവധി പ്രശ്നങ്ങളും ഒക്കെ നമ്മളൊന്ന് എടുത്തു നോക്കി. യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഈ കാര്യം മാത്രമല്ല, ഒരു കാര്യം കൂടി മാറ്റണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതെന്താണെന്ന് വെച്ചാൽ ശബരിമലയിൽ മേൽശാന്തിയായി നിയമിക്കപ്പെടണമെങ്കിൽ ബ്രാഹ്മണനായിരിക്കണമെന്നുള്ള അവസ്ഥയ്ക്ക് എടുത്ത് മാറ്റിയിട്ട് ഇത് ഞാൻ പറയുന്നത് ഒരു വിശ്വാസപരമായ, അത് തന്നെ എത്രത്തോളം യുക്തിസഹമാണെന്നൊക്കെയുള്ള രണ്ടാമത്തെ കാര്യം, പക്ഷെ വിശ്വാസപരമായിട്ടുള്ള ഒരു ക്വാളിറ്റി എങ്കിലും താന്ത്രവിദ്യകൾ പഠിക്കുന്ന ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ നിരവധി സാധാരണ, അതായത് നമ്മൾ സോക്കോൾഡ് ഈ പറഞ്ഞ താഴ്ന്ന ജാതി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ, ജാതിക്കാരിൽ നിന്ന് പോലും ഈ താന്ത്രിക വിദ്യകളൊക്കെ പഠിച്ചിട്ട് വരുന്ന ആളുകളെ നിരവധി ക്ഷേത്രങ്ങളിൽ നിയമിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വിപ്ലവകരമായ മാറ്റം ആദ്യം വരേണ്ടത് കേരളത്തിലാണ്. ശബരിമലയിൽ കൂടി അത് മാറേണ്ടതാണെന്ന് എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഈ ബ്രാഹ്മണന്റെ കാര്യത്തിൽ ബ്രാഹ്മണനായിരിക്കണം എന്ന് പറയുന്ന ഒരു നിയമമൊന്നും ഇനി അധികാലം വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. ഒന്ന്, താഴ്മൺ കുടുംബത്തെ അവിടെ നിന്ന് പുറത്താക്കണമെന്നുള്ളതാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. രണ്ടാമത്തേത് അതിൽ 100% അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളോട് യോജിപ്പാണ്. ബേസിക്കലി അദ്ദേഹം എഴുതിയതിന്റെ ക്രക്സ് അതാണ്, അല്ലാതെ അതിന്റെ വരികളും അക്ഷരത്തെറ്റൊന്നും എടുത്ത് അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തായാലും ആളുകൾ ചർച്ച ചെയ്യട്ടെ, ഇത്തരം കാര്യങ്ങൾ ഗൗരവമായിട്ട് തന്നെ ചർച്ച ചെയ്യേണ്ടതാണ്. ഇതിൽ മനുഷ്യൻ്റെ ഒരു യുക്തി വളരെ പ്രധാനപ്പെട്ടതാണ്.